എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ആദ്യമായി അറിയിക്കുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോ ക്ലിപ്പുമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് 2-3 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാനാണ്. കർത്താവിൽ രക്ഷ പ്രാപിച്ച് വിശ്വാസ സഭകളോട് ചേർന്ന് ആരാധിക്കുന്നവർക്ക് ദൈവം നൽകി തന്നിട്ടുള്ള ആ ഒരു മറ്റ് ലോക സമൂഹങ്ങളിൽ നിന്നും അനന്യമായ ഭാഗ്യപദവിയെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ മുഖ്യ ലക്ഷ്യം. അപ്പോൾ തന്നെ 2-3 കാര്യങ്ങളെ വേണ്ടവണ്ണം നമുക്ക് ചിന്തിക്കുവാൻ കഴിയണം. ഒന്ന്, ഈ ലോകത്തിലെ സമുദായ സമൂഹങ്ങളും പെന്തക്കോസ്ത വിശ്വാസ കൂട്ടങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന വിശ്വാസ സമൂഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം. 2, ഐഹിക വ്യവസ്ഥയും പെന്തക്കോസ്ത സമൂഹങ്ങൾ മാത്രം ഉൾപ്പെട്ട ദൈവരാജ്യ വ്യവസ്ഥയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. മൂന്നാമതായിട്ട്, കർത്താവിൻ്റെ രക്ഷ ആർക്കൊക്കെ കർത്താവിൽ വീണ്ടെടുപ്പ് പ്രാപിച്ച നാം ആയിരിക്കുന്ന ആ പദവിയിൽ, നാം ആയിരിക്കുന്ന ആ സമൂഹങ്ങളിൽ, നാം ആയിരിക്കുന്ന ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ എന്ത്? നമ്മളുടെ ഭാഗ്യപദവിയിൽ നാം എത്രമാത്രം മറ്റ് ലോക സമൂഹങ്ങളിൽ നിന്നും അനന്യമായ ഒരു പദവിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും തൻ്റെ രാജ്യത്തിലും നാം പ്രാപിച്ചിരിക്കുന്നത്. ഈ 2-3 കാര്യങ്ങളെ പെട്ടെന്ന് ധ്യാനിച്ച് മുന്നോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലം, ഇങ്ങനെ ഒരു കാര്യവുമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ എന്നെ പ്രേരിപ്പിച്ച ആ പശ്ചാത്തലം ഇതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വാർത്ത കേൾക്കുവാനായിട്ടിടയായി. നമ്മുടെ പെന്തക്കോസ്ത സമൂഹത്തിലെ ഏറ്റവും ബഹുമാന്യനായ ആദരണീയനായ ഒരു വ്യക്തി ചീഫ് മിനിസ്റ്ററുടെ അടുത്ത് ചെന്ന് ഒരു നിവേദനം കൊടുത്തതായിട്ട് അറിയുവാൻ കഴിഞ്ഞു. ആ നിവേദനത്തിൻ്റെ സംക്ഷിപ്തം ഇതായിരുന്നു: പെന്തക്കോസ്ത സമൂഹങ്ങളെ, പെന്തക്കോസ്ത വിശ്വാസികളെ, പെന്തക്കോസ്ത സഭകളെ ഉൾപ്പെട്ടു നിൽക്കുന്ന, പെന്തക്കോസ്ത വിശ്വാസികൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹങ്ങളെ മറ്റ് ലോക സമുദായങ്ങളോടൊപ്പം പരിഗണിക്കണം. ഞാനത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ തകർന്ന ഒരവസ്ഥയിലേക്കായിപ്പോയി. നാം ഇത്രത്തോളം തരംതാണു പോകുന്ന ഒരവസ്ഥയിലേക്കായിപ്പോയല്ലോ എന്ന് ചിന്തിക്കുവാൻ തക്കൊണ്ടിടയായി. നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് അല്ല നമ്മുടെ ജീവിതം എന്ന് ആദ്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതം പിന്നെ എങ്ങനെയുള്ളതാണ്? അപ്പോൾ ഇതിനോടുള്ള ബന്ധത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയിൽ വന്നത്, പ്രൈസ് ദി ലോർഡ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ കർത്താവ് ലാസറിൻ്റെ ഭവനത്തിൽ ഒരു ഡിന്നറിന് ഇരിക്കുന്ന സമയം ഉണ്ടായ ആ സംഭവമാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത്. നമുക്ക് ആ വേദഭാഗം ഒന്ന് പെട്ടെന്ന് വായിച്ച് മുന്നോട്ട് പോകാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡാംസി തൈലം ഒരു റാത്തൽ എടുത്തു യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദ ഇസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരം ഉണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി അവൻ്റെ പക്കൽ ആകയാൽ അതിൽ ഇട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. ഇതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ്.
അവിടെ ഹല്ലേലൂയ കർത്താവിൻ്റെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഹല്ലേലൂയ ആ, മറിയ വന്നിട്ട് ഈ തൈലം കർത്താവിൻ്റെ പാദങ്ങളിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കർത്താവിൻ്റെ പാദങ്ങൾ തുടച്ചപ്പോൾ ആ സൗരഭ്യം അവിടെ ആ, മുഴുവൻ ഹല്ലേലൂയ വ്യാപരിച്ച് അവിടെ ഉണ്ടായിരുന്ന ജനം സൗരഭ്യവാസന കർത്താവിനെ ആ, ബഹുമാനിക്കുന്നതിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിലൂടെ അവിടെ അനുഭവിക്കുവാൻ ഇടയായി എന്ന് നാം കാണുകയാണ്. എന്നാൽ അവിടെ ഇരുന്ന യൂദായുടെ കണ്ണ് ഇതിൻ്റെ വിലയിലും മറ്റ് ഹല്ലേലൂയ അതിൻ്റെ കാര്യങ്ങളിലുമായിരുന്നു. ദരിദ്രരെക്കുറിച്ച് വിചാരമുണ്ടായിരുന്നത് കൊണ്ടാണ്, ദരിദ്രരെക്കുറിച്ചുള്ള വിചാരമാണ് താൻ ഇത് പറയുവാനിടയാക്കിയതെന്ന് വരുത്തി തീർക്കുവാൻ തക്കവണ്ണം അവിടെ യൂദ ഒരു ശ്രമം നടത്തുകയാണ്. എന്നാൽ ഹൃദയങ്ങളെ നോക്കുന്ന ദൈവത്തിന് ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് ഒന്നും നമുക്ക് മറക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ആ ഒരു മനോഭാവം തന്നെ ആയിരിക്കണം വളരെ ധനാഢ്യരായ നേതൃനിരയിൽ നിൽക്കുന്നവരെ ഈ ചീഫ് മിനിസ്റ്ററിന്റെ അടുക്കൽ ചെന്ന് തങ്ങൾക്കും മറ്റ് ലോക സമുദായങ്ങൾക്കൊപ്പം ആ സമുദായ പദവിയും അതിനോട് ചേർന്നുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകണമെന്ന് അപേക്ഷിക്കുവാനിടയായി. ഇത് ഹല്ലേലൂയ നമുക്ക് ഒട്ടും അചിന്തനീയമായ, നമുക്കൊട്ടും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു നീക്കമായിട്ടാണ് ഹല്ലേലൂയ യഥാർത്ഥ ഒരു ഭക്തന് അത് അനുഭവപ്പെടുക. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ആ പദവി, നമുക്ക് ദൈവം തന്ന അനുഗ്രഹീത പദവി എന്തെന്ന് മനസ്സിലാക്കാതെയാണ് ഇത് ചെയ്തത്. അതിന് ഒരു ലോക ഉദാഹരണം ഞാൻ ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഹല്ലേലൂയ ആന്ധ്രാപ്രദേശിൽ ജഗൻ റെഡ്ഡി ആന്ധ്രാപ്രദേശിലെ എല്ലാ പട്ടണങ്ങളും കാൽനടയായി സഞ്ചരിച്ച് താനൊരു ജനനായകനും ജനങ്ങളെക്കുറിച്ച് കരുതുന്നതിനുമാണ് എന്നുള്ള ആ ദൈവസ്നേഹം വെളിപ്പെടുത്തിയതിനു ശേഷം താൻ തിരഞ്ഞെടുപ്പ് നേരിടുകയും വലിയ ഭൂരിപക്ഷത്തോടെ താൻ അവിടെ ഭരണത്തിൽ വരുന്നതായിട്ട് നാം കാണുകയാണ്. എന്നാൽ ഈ ജഗൻ ഒരു പെന്തക്കോസ്ത വിശ്വാസിയായിരുന്നു. തൻ്റെ ചുറ്റുപാടുമുള്ള ഹല്ലേലൂയ ശുശ്രൂഷകന്മാരും പാസ്റ്റേഴ്സും എല്ലാം തന്നെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. അതുകൊണ്ട് ജഗൻ ഒരു തീരുമാനമോടെ എടുക്കുന്നതായിട്ട് നാം കാണുകയാണ്. എന്താണ് തീരുമാനമെന്ന് അറിയാമോ? ഈ ശുശ്രൂഷകന്മാർക്കും പാസ്റ്റർമാർക്കും ഒരു മാസപ്പടി പാരിതോഷികം താൻ അവിടെ പ്രഖ്യാപിക്കുകയാണ്. വാസ്തവത്തിൽ എനിക്ക് വളരെയധികം വേദന തോന്നി. ഈ മാസപ്പടി ലോക രാജ്യത്തിൻ്റെ ആ ഖജനാവിൽ നിന്ന് ഒരു മാസപ്പടി സ്വീകരിക്കുവാൻ നമ്മുടെ ദൈവദാസന്മാർക്ക് ഇടയായല്ലോ. അങ്ങനെ ഒരു കാര്യം അവിടെ ഭരണ സംവിധാനത്തിൽ വരുത്തിയല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ദുഃഖിക്കുവാനിടയായി. കാരണം മറ്റൊന്നുമല്ല, ഈ ദൈവദാസന്മാർക്ക് അത് ഒരു മാസപ്പടി ആയിട്ട് ഒരു ആനുകൂല്യം കൊടുക്കുമ്പോൾ മറ്റ് പൂജാരിമാർക്ക് കൊടുക്കുവാൻ ജഗന് കഴിഞ്ഞില്ല. പൂജാരിമാർക്കും മറ്റ് സമുദായങ്ങളിലുള്ള ശുശ്രൂഷകന്മാർക്കൊന്നും അത് പരിഗണിച്ച് കൊടുക്കുവാൻ കഴിഞ്ഞില്ല. ആ ഒരൊറ്റ കാരണത്താൽ തന്നെ ലോകത്തിൽ താൻ നേടിയതായ ആ പദവിയും ആ പ്രശംസയും എല്ലാം തൻ്റെ പക്കൽ നിന്ന് പോകുവാനിടയായി. അതൊരു ദൈവപ്രസാദമായ കാര്യമായിരുന്നില്ല. അടുത്ത തിരഞ്ഞെടുപ്പിലും മറ്റ് കൂടെ ഉള്ള തിരിച്ചടി തനിക്ക് മറ്റ് വർഗീയ ശക്തികളിൽ നിന്നുണ്ടായി. അങ്ങനെ ദൈവനാമം അവിടെ ചുരുക്കി പറഞ്ഞാൽ ദുഷിക്കപ്പെടുവാനിടയായി എന്ന് നാം മനസ്സിലാക്കുന്നു. അതൊരു ഉദാഹരണമായിട്ട് ഞാനിവിടെ ചൂണ്ടിക്കാട്ടിയതാണ്. അതുകൊണ്ട് നാം നമ്മുടെ പദവി എന്തെന്ന് എപ്പോഴും നാം ഓർമ്മിക്കണം. നമ്മുടെ പദവി ഇവിടെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്ക് ദൂതെഴുതുമ്പോൾ, പരിശുദ്ധാത്മ നിയോഗത്താൽ ദൂതെഴുതുന്ന സമയത്ത് നാം അവിടെ ഇപ്രകാരം വായിക്കുന്നു: വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനും
മരിച്ചവരെന്ന ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റ് ഭൂരാജാക്കന്മാർക്ക് അധിപതിയും രാജാക്കന്മാരുടെ രാജാവായി ഉയരങ്ങളിലേക്ക് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായ ആയവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. ഇതാണ്. അപ്പൊ നമ്മുടെ പദവി അവിടെ മനസ്സിലാക്കണം. നമ്മൾ ഇളകാത്ത രാജ്യം പ്രാപിച്ച് ആ രാജ്യത്തിൽ ആയിരിക്കുന്ന വളരെ സവിശേഷതയുള്ള വളരെ അനന്യരായ ഒരു സമൂഹമാണ് വിശ്വാസികൾ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനുമായവന്, നമ്മെ രാജകീയ പുരോഹിതന്മാരായി വിളിച്ചിരിക്കുന്നവന്, രാജാക്കന്മാരുടെ രാജാവായവ കർത്താവിൻ്റെ ഹല്ലേലൂയ അനുയായികളായി കർത്താവിനെ ആത്മാവിൽ അനുസരിച്ച് ജീവിക്കുന്നവരായി നമുക്ക് ഹല്ലേലൂയ മറ്റ് സമുദായങ്ങളെ പോലെ ഒരു ഹല്ലേലൂയ ഒരു ആനുകൂല്യവും ഈ ലോകരാജ്യത്തിൽ നിന്ന് നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ലോക സമുദായങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ പ്രഭുവിൻ്റെ ഹല്ലേലൂയ പ്രഭു അവരുടെ കണ്ണുകൾ കുരുട്ടാക്കി തങ്ങളുടെ ഹൃദയ നിരൂപങ്ങൾക്ക് അനുസരണമായി ഹല്ലേലൂയ ചില ആഘോഷങ്ങളും ആചാരങ്ങളും ഹല്ലേലൂയ ചില പൂജകളും ആരാധനാ ക്രമങ്ങളുമൊക്കെ വരുത്തി തീർത്തിട്ട് സമുദായങ്ങൾ തമ്മിൽ ആനുപാതിക രീതിയിൽ ഹല്ലേലൂയ ഒന്നിനോടൊന്ന് മെച്ചപ്പെട്ടു പോവുകയാണ്. അതാണ് നമ്മൾ കാണുന്നത്. കൃപാസന റാലി അവിടെ നടത്തുമ്പോൾ SNDPയും NSSും മറ്റു റാലികൾ നടത്തുന്നു. ഇങ്ങനെ ആക്ഷനും അതുപോലെ ബദൽ ആക്ഷനുമായിട്ട് അവർ ഈ ലോക വ്യവസ്ഥയിൽ ഇങ്ങനെ ഹല്ലേലൂയ മുന്നോട്ട് വന്നുകൊണ്ട് ഹല്ലേലൂയ ലോകരാജ്യത്തിന്റെ തന്ത്രങ്ങളിൽ അവർ കൂട്ടാളികളായി ഈ ലോകത്തിന്റെ പ്രഭുവായവൻ അവരുടെ കണ്ണുകൾ കുരുട്ടാക്കി അങ്ങനെ ഒന്നിനൊന്ന് ഹല്ലേലൂയ ലോകത്തിന്റെ പ്രഭുവിന്റെ ഖജനാവിൽ നിന്ന് ഹല്ലേലൂയ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് അവര് ഹല്ലേലൂയ ഒന്നിനൊന്ന് ഭേദപ്പെടുത്തി മുന്നോട്ട് കുതിക്കുകയാണ്. അവര് ഭരണതന്ത്രങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടത് ഒരു ബാധ്യതയായി ഇന്നത്തെ ലോകരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് ഹല്ലേലൂയ ബോധ്യപ്പെടുകയാണ്. നമ്മുടെ അവസ്ഥയോ അതങ്ങനെ ഒരിക്കലും അല്ല എന്ന് മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ മരിച്ചവരുന്ന ആദ്യ ജാതനായി ഉയർത്തെഴുന്നേറ്റ് ഉയരങ്ങളിലേക്ക് കയറിയപ്പോൾ ഹല്ലേലൂയ അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഹല്ലേലൂയ മനുഷ്യർക്ക് ദാനങ്ങളെ നൽകിയെന്ന് എഫേസ്യ ലേഖനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഇങ്ങനെ ഹല്ലേലൂയ എഴുതിയിരിക്കുകയാണ്: ഇറങ്ങിയവൻ സകലത്തെയും നിറക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. എഫേസ്യർ 4:10. സ്വർഗത്തിന് മീതെ കയറിയവനായ നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ കയറി വാഗ്ദത്ത പ്രകാരം ഹല്ലേലൂയ തൻ്റെ പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയക്കുകയും ഈ പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ ഒരു രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കണം. ആ രാജ്യത്തിൽ, അതാണ് ആത്മീയ രാജ്യം, ആ രാജ്യത്തിൽ നമ്മെ അവൻ ഹല്ലേലൂയ ഇളകാത്ത രാജ്യം നമുക്ക് നൽകി അതിലെ രാജകീയ പുരോഹിത വർഗമായിട്ട് ഹല്ലേലൂയ ദൈവത്തെ സേവിക്കുവാനായിട്ട് വിശ്വാസത്താൽ യാത്ര ചെയ്ത് ഹല്ലേലൂയ ദൈവമഹത്വം വെളിപ്പെടുത്തി ഈ ലോകത്തിൽ അനന്യരാണ് എന്ന് വെളിപ്പെടുത്തുവാനായിട്ട് നമ്മെ വിളിച്ച് വേർതിരിച്ച് അവൻ്റെ തിരീത പ്രകാരം നിർത്തിയിരിക്കുന്ന അനന്യരായ ഹല്ലേലൂയ ദൈവജനമാണെന്ന് നാം മനസ്സിലാക്കിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇരമ്യാ പുസ്തകത്തിൽ ഇരമ്യാ പ്രവാചകൻ നമ്മളെ അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇരമ്യാ പുസ്തകം 21-24 അധ്യായത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്തൊളിപ്പാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനാണ് എന്നുള്ള ഹല്ലേലൂയ യഹോവയുടെ അരുളപ്പാട്. അത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം തൻ്റെ പരിശുദ്ധാത്മ പകർച്ച ഹല്ലേലൂയ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ വാഗ്ദത്ത പ്രകാരം പരിശുദ്ധാത്മ പകർച്ചയാൽ ഹല്ലേലൂയ മാനവരാശിക്ക് ഹല്ലേലൂയ രക്ഷ നൽകി
ഇന്നത്തെ പെന്തക്കോസ്ത് ഗോളത്തിലുള്ളവരെ മാത്രമല്ല സകല ലോകത്തെയും ഹല്ലേലൂയ പിതാവായി ദൈവത്തോട് നിരപ്പിക്കുവാൻ തക്കവണ്ണം അവൻ കാൽവരിയിൽ ഒരു യാഗമായി രക്തം ചിന്തി മരിച്ചു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് ഹല്ലേലൂയ നീതീകരണം നൽകി. ഹല്ലേലൂയ ഈ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. നീതീകരണവും പാപമോചനവും നൽകിക്കൊണ്ട് ഹല്ലേലൂയ മാനസാന്തരപ്പെടുന്നവർക്ക് ഹല്ലേലൂയ താൻ ഹല്ലേലൂയ പാപങ്ങൾ ക്ഷമിച്ചു കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ ഈ ദൈവരാജ്യത്തിൽ ഹല്ലേലൂയ വലിയ പദവിയാണ് ഹല്ലേലൂയ കൊടുത്തിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. നമുക്കെല്ലാം വലിയ പദവി ദൈവം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ലോകരാജ്യത്തിൻ്റെ നക്കാപ്പിച്ച വാങ്ങുന്ന അല്ലെങ്കിൽ ആനുകൂല്യം വാങ്ങുന്ന ഒരു സമുദായമായിട്ട് തരം താഴ്ന്നു പോകുവാൻ പാടില്ല എന്നുള്ള കാര്യമാണ് ഞാനിവിടെ ഹല്ലേലൂയ വളരെയധികം ഹല്ലേലൂയ ഉച്ചയുസ്തരം ഹല്ലേലൂയ വെളിപ്പെടുത്തി പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നാം ഒരു ലോകരാജ്യത്തിൻ്റെ ഹല്ലേലൂയ നീതിക്കായിട്ടോ അല്ലെങ്കിൽ ലോകരാജ്യത്തിൽ മറ്റ് സമുദായങ്ങളെ പോലെ ഹല്ലേലൂയ ഒരു സാമുദായിക ജീവിതത്തിനോ അല്ല നമ്മെ ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ലോകരാജ്യത്തിലല്ല, നാം ദൈവരാജ്യത്തിലാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് ഈ ലോകരാജ്യവും ആകാശവും ഭൂമിയും എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ആ മഹത്തായ ഇളകാത്ത ഒരു രാജ്യമാണ് ഇന്ന് നാം തുടങ്ങിയിരിക്കുന്ന ഈ ദൈവരാജ്യ ഹല്ലേലൂയ യാത്ര. ഹല്ലേലൂയ നിശ്ചയമായിട്ടും ഹല്ലേലൂയ നാം ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നവരെ നമുക്ക് കർത്താവിനോടൊപ്പം യാത്ര ചെയ്യണം. ലോകരാജ്യത്തിൻ്റെ നീതിക്ക് ഹല്ലേലൂയ നാം വിധേയപ്പെടുവാൻ തക്കവണ്ണം പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ അത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ബാധിക്കും. നാം ഹല്ലേലൂയ പല ഇടങ്ങളിലും തരംതാണ് ഹല്ലേലൂയ മറ്റ് സമുദായങ്ങളെ പോലെ ഹല്ലേലൂയ തരംതാണ് പോകുന്ന അല്ലെങ്കിൽ ഹല്ലേലൂയ രാഷ്ട്രീയ അല്ലെങ്കിൽ കെട്ടുകൾക്ക് അല്ലെങ്കിൽ ഈ ലോക രാജ്യതന്ത്രങ്ങൾക്ക് വിധേയപ്പെട്ടവരായി പോകും. അത് നമ്മുടെ അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രയോജനവും ചെയ്യുകയില്ല. നമുക്ക് ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ ആത്മീയമായി നമ്മളെ അത് ഒരിക്കലും ഹല്ലേലൂയ തുണയ്ക്കുകയില്ല, ആത്മീയമായി നമ്മളെ വളർത്തുകയില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് നാം ഇപ്പോൾ നിൽക്കുന്ന ഹല്ലേലൂയ ആ പദവി മനസ്സിലാക്കി ദൈവരാജ്യത്തിൽ നാം ശക്തിപ്പെട്ട് മുന്നോട്ട് വരുവാനും നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത ഹല്ലേലൂയ ആ നിത്യജീവൻ ഹല്ലേലൂയ പ്രാപിക്കുവാൻ നമ്മുടെ ഹല്ലേലൂയ ഈ ഹല്ലേലൂയ യാത്ര ഹല്ലേലൂയ വളരെ അനുഗ്രഹകരമായി ആത്മാവിൻ്റെ ശക്തിയിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയണം. അതുകൊണ്ട് ഹല്ലേലൂയ ഈ ദരിദ്രന്മാരെക്കുറിച്ചും ഹല്ലേലൂയ ഹല്ലേലൂയ പണപരമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചുമാണ് ഹല്ലേലൂയ ഞാൻ വിചാരപ്പെട്ട് ഇങ്ങനെ ഹല്ലേലൂയ ചീഫ് മിനിസ്റ്റർ അടുത്ത് പോയി ഹല്ലേലൂയ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ അംഗീകാരം ആവശ്യപ്പെടുന്നത് എന്ന് ആരും പറയുവാൻ ഇടവരരുത്. അത് ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യമായിരിക്കും. നമ്മുടെ വ്യവസ്ഥയും നമ്മുടെ ലോകരാജ്യത്തിൻ്റെ വ്യവസ്ഥയും ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥയും അല്ലെങ്കിൽ രണ്ടും രണ്ടാണ്. എന്നാൽ ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ലോകരാജ്യത്തിൻ്റെ വ്യവസ്ഥ അല്ലെങ്കിൽ ബാധകമാകാതെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ലോകരാജ്യത്തിൻ്റെ വ്യവസ്ഥയിൽ അവൻ വരികയും അല്ലെങ്കിൽ അതിന് ഇപ്പോൾ ലോകരാജ്യം അല്ലെങ്കിൽ കൊടുക്കുന്ന ആ പദവി വെച്ച് നമുക്ക് അതെല്ലാം ഹല്ലേലൂയ കിട്ടുവാൻ തക്കവണ്ണം ഇടയാകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാം ഹല്ലേലൂയ ആരുടെയും മുന്നിൽ ഭിക്ഷ യാചിക്കുന്നത് പോലെ യാചിക്കരുത്. അത് ഹല്ലേലൂയ നമ്മളെ വിളിച്ചവനായി ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നതായിരിക്കത്തില്ല. ഹല്ലേലൂയ പ്രത്യുത ഹല്ലേലൂയ അതിനെ കളങ്കപ്പെടുത്തുന്നതായിരിക്കും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു ഗാനത്തിൻ്റെ ഈരടികൾ പാടി ഈ പ്രൈസ് ദി ലോർഡ് ഈ ഹല്ലേലൂയ ഈ ഡിസ്കോഴ്സ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ ഇവിടെ ഹല്ലേലൂയ ഭക്തനായ ഈ പാട്ടുകാരൻ പാടിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പതേ, കാഴ്ചയാലേ വിശ്വാസത്താലെയാ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പതേ, കാഴ്ചയാലല്ല വിശ്വാസത്താലെയാ. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ
രക്ഷകൻ കൈകളിൽ താങ്ങിടും. വിശ്വസിക്കുന്നുവോ? വീഴ്ചകളും താഴ്ചകളും വരുന്ന സമയത്ത് നമുക്ക് കൈത്താങ്ങൽ തരുവാൻ നല്ലൊരു കർത്താവ്, ഹല്ലേലൂയ, നമ്മോടൊപ്പം ജീവിക്കുന്നവനായി ഇന്ന് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അവന് നമുക്ക് നൽകുവാൻ, അവനിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയാത്ത ഒരു നന്മയും ഈ ലോകത്തിൽ ഇല്ല, അല്ലെങ്കിൽ ഈ ലോകത്തിലോ പരലോകത്തിലോ ഇല്ല എന്ന് മനസ്സിലാക്കി ഈ നല്ല കർത്താവിൻ്റെ ഹല്ലേലൂയ വചനപ്രകാരം നമുക്ക് നമ്മളെ തന്നെ വിധേയപ്പെടുത്തി ഹല്ലേലൂയ നമുക്ക് ഈ മോക്ഷയാത്ര തുടരാം. ഈ ഹല്ലേലൂയ ആശംസയാൽ ദൈവം എൻ്റെ ശ്രോതാക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി, ദൈവത്തിന് സ്തോത്രം.